നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും മാത്രമേ പറയാനുള്ളൂ, അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് സബ് ചെയ്യാം. എന്തത്ര മടി നിങ്ങൾക്ക്? വേഗം ആയിക്കോട്ടെ. അങ്ങനെ തന്നത്തെ രാത്രിയത്തെ കറക്ക പിടിക്കാന്ന് വെച്ചെങ്കിൽ വളരെ അമ്പലത്തിലെ വേലയാണ് കേട്ടോ. അതിന്റെ തലേ ദിവസത്തെ പന്തലും ആനച്ചമ്മയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ചേട്ടനും ഉണ്ണിയൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ. ചെന്നതിന് തൊട്ടപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ചമയ പ്രദർശനമൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. ചെന്നപ്പോൾ തന്നെ ഓരോന്നിങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണേ, രക്ഷയില്ല കാണാൻ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കൊടകളൊക്കെ കണ്ടു. പിന്നെ ആലവട്ടം, വെഞ്ചാമര കൊടകൾ, പല പഞ്ചവർണ്ണ കളർ എന്നൊക്കെ പറയില്ല, അതായത് പല വർണ്ണ കൊടകളൊക്കെ കണ്ടു. അങ്ങനെ നാളെ ആനകൾക്കൊക്കെ ഇതൊക്കെ വെച്ചങ്ങോട്ടങ്ങോട്ട് കൊട്ടൊക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കില്ലേ. പിന്നെ തെടമ്പ് കോലും കാര്യങ്ങളും ഒക്കെ കണ്ടായിരുന്നു. പിന്നെ അരമണികളും എന്തൊരു ഭംഗിയായിരുന്നു എല്ലാം കൂടിയിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ ജില്ലം 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 എന്നുള്ള കൊട്ടും കൂടി ആയപ്പോൾ വേഷമായി അങ്ങോട്ട്. അതിൻ്റെ ഒപ്പം തന്നെ മോന് ഇവിടെ കിട്ടുന്ന സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ കൊടകളും ഓരോ നമ്മുടെ എന്താ പറയുക നെറ്റിപ്പട്ടങ്ങളും മാലവട്ടം ടേസ്റ്റ് ഒക്കെ നോക്കി. ഇനി നാളെ പൂരത്തിന് വന്നിട്ട് അടിച്ചു പൊളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ. ഞാനൊന്നും വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, കാരണം ഇച്ചിരി ഫുഡ് കൺട്രോളായ കാരണം ഫുഡ് കഴിക്കാനുള്ള ഒരു ഇത് വന്നില്ല. പിന്നെ ഇത് അവിടെ പോയി ഹർഷൂട്ടനെയും ദത്തുട്ടനെയും ഒക്കെ കണ്ടു. ഇവരൊക്കെ അമ്മയുടെ ചേട്ടന്റെ മോളുടെ കുട്ടികളാണ് കേട്ടോ. അവർക്കൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് മോൻ എന്താ കുറേ ഈ കളിപ്പാട്ടങ്ങൾ അടിക്കുന്നത്. അവന്റെ വിചാരം അമ്പലത്തിലേക്ക് വരുന്നത് തന്നെ കളിപ്പാട്ടം കിട്ടാനാന്നാണ്. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ ശ്യാംചേട്ടനില്ലേ, ശ്യാംചേട്ടന്റെ മോളാണ്ട് ഇപ്പുറത്ത് കമ്പിത്തിരി കത്തിച്ചിരിക്കണേ. ഞങ്ങളുടെ ഭദ്രനാണ്, ഭദ്രു എന്നാണ് അവളുടെ പേര്. അങ്ങനെ അവര് വരുമ്പോ കമ്പിത്തിരി കൊണ്ടുണ്ടായിരുന്നു ന്യൂ ഇയർ കഴിഞ്ഞതിന്റെ. അങ്ങനെ ഞങ്ങൾ ഇവർ ചെക്കനാണെന്നുണ്ടെങ്കിൽ എന്റെ മോനാന്ന് പറഞ്ഞത് ഒട്ടും ധൈര്യമില്ലേ കമ്പിത്തിരി കത്തിക്കാനൊന്നും. വന്നിട്ട് ഇപ്രാവശ്യം എന്താവോ വലിയ പേടിയൊന്നും കാണിച്ചില്ല. പൊട്ടാത്ത കാരണം തോന്നുന്നുണ്ട്. പൊട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ പരിസരത്ത് കാണില്ല, അകത്തേക്ക് ഓടിയാനെ. അങ്ങനെ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കമ്പിത്തിരിയൊക്കെ കത്തിച്ച്, കാരണം ഞങ്ങള് പുറത്തായിരുന്നല്ലോ. അപ്പൊ പിന്നെ ആശാനാണെന്നുണ്ടെങ്കിൽ കമ്പിത്തിരി ഒന്നും കത്തിക്കലില്ല, കാണില്ല. അപ്പൊ അതിന്റെ പേടിയാണ്. അങ്ങനെ നേരം വെളിച്ചായി. പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി. ബദ്ധനെ അങ്ങോട്ട് മേക്കപ്പ് ചെയ്ത് ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് ഇറങ്ങി. ചെക്കനാണെങ്കിൽ റോഡിൽ മുഴുവൻ ഇറങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിലത് മാവ് മാങ്ങിയുണ്ട്, അത് വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കായിരുന്നു. പിന്നെ ബദ്ധനെ കൊണ്ട് ഒരു വീഡിയോ എടുത്താണ്, അത് എങ്ങനെയായി. പിന്നെ അവിടുന്ന് നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലെത്തിയപ്പോൾ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. വേഗം വേഗം പോയത് തന്നെ ഭാഗ്യം, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല പെടല് പെട്ടണം. ചെക്കനാണെങ്കിൽ കാണാനില്ല, അവൻ ഓരോ വഴിക്ക് പോവായിരുന്നു. എങ്ങനെയൊക്കെയോ പിടിച്ച് നടത്തി നിർത്തിയത്. ചേട്ടനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു കളിയായിരുന്നു, കാരണം മൂപ്പർക്ക് വീഡിയോയിൽ വരെ ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പോഴും കണ്ടു അമ്പലത്തിൽ ഓട്ടക്കെട്ട തിരക്കായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ വിട്ടത് കണ്ടങ്കാവിലാണ് കേട്ടോ. തൊട്ട് മുമ്പിലുള്ള ഒരു അമ്പലം തന്നെയാണ് കണ്ടങ്കാവ്. ഈ അമ്പലവും ആ അമ്പലവും തമ്മിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ പൂർവികന്മാരൊക്കെ പറയില്ലേ, പണ്ടുള്ളൊരു കഥകളാണ് കേട്ടോ. നല്ല നൈസ് സ്റ്റോറിയാണ്, ഒരു ചെറിയൊരു ലവ് സ്റ്റോറി ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ എന്നാൽ നമ്മുടെ കണ്ടനെയും കണ്ട് അവിടെ പോയിട്ട് തൊഴുതിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. കാരണം കുട്ടിയാണെന്നുണ്ടെങ്കിൽ കളിപ്പാട്ടത്തിൻ്റെ അവിടേക്കാണ് എൻ്റെ ശ്രദ്ധ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഓട്ടൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയതാ നല്ല മസാല ദോശയൊക്കെ കഴിച്ചു. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ അരി ഭക്ഷണം തന്നെ കഴിക്കണത്. എന്നപ്പോൾ കുറച്ച് മസാല ദോശ ഇച്ചിരി ചീട്ടയാക്കാന്ന് ചോദിച്ചു, കാരണം പൂരല്ലേ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ചൊറ പറഞ്ഞിരിക്കുമ്പോഴാണ് അമ്മ പൈനാപ്പിളിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു അടിയായിരുന്നു. എനിക്ക്, ചേട്ടന്, ബദ്ധന്, പിന്നെ നമ്മുടെ കിമ്പൂന്, അമ്മ എല്ലാവരും കൂടി, വെല്ലിച്ചനും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി പൈനാപ്പിൾ കഴിക്കല്. ഒരാൾ അതെടുത്തു, ഒരാൾ ഇതെടുത്തു, ഒരാൾക്ക് ഉപ്പില്ല, ഒരാൾക്ക് മുളകില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് അങ്കാം. പിന്നെ എനിക്ക് വേണ്ടത് ഞാൻ വേഗം എടുത്തു, കാരണം അത് പോയ വഴിക്ക് എനിക്ക് കിട്ടില്ല. പോരാത്തന്നെ മക്കളുടെ നിന്ന് എടുത്ത് കഴിച്ചു. ഓഹോ എന്തൊരു സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തയ്ക്കാൻ കൊടുക്കാൻ പോയിട്ടാ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ബബ്ലൂസ് നാരങ്ങയിട്ട്, നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക? എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദിവസമായി ബബ്ലൂസ് നാരങ്ങ എന്ന് പറയണം. അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് പൊളിച്ചങ്ങടെ കുറേച്ചങ്ങടെ കഴിച്ചു. എന്നാലും ചെറിയൊരു മധുരക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഒരു ടേസ്റ്റ് ഇല്ലേ ബബ്ലൂസ് നാരങ്ങയ്ക്കൊന്നും. ഇപ്പോൾ എന്താ അല്ലേ, ഇനിയിപ്പോൾ കുറേ ഉണ്ടായി ലാസ്റ്റ് ഉണ്ടായ സാധനത്തിന് മധുരം കുറഞ്ഞാണോ എന്നൊരു സംശയമില്ല. അങ്ങനത്തെ ബദ്ധനും ചെറുതും കൂടിയിട്ട് നല്ലപോലെ കഴിച്ചു. അതിൻ്റെ രണ്ടെണ്ണം ഏതാണ്ടൊക്കെ അവറ്റ തന്നെ മുക്കാൽ ഭാഗത്തിൽ കഴിച്ചേക്കണം കേട്ടോ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞങ്ങളിതേ പൂരം കാണാനായിട്ട് ഇറങ്ങി. ഇതെൻ്റെ അമ്മ ഒരു കുർത്ത, ഒരു ഫുൾ കുർത്തയാന്ന് വിചാരിച്ചത് ഓർഡർ ചെയ്താൽ, പിന്നെ അത് ഹാഫാന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും കിട്ടിയപ്പോൾ അതിട്ടിട്ട് പൂരത്തിന് പോകാന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിത് അടുത്ത ഒരു ഓർഡർ വിളിച്ചിട്ട് നേരെ അമ്പലപ്പറമ്പിലേക്ക് അങ്ങോട്ട് വിട്ടു. ബദ്ധനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര പത്രാസാണ്, ഭയങ്കരമായിട്ട് പോസൊക്കെ ചെയ്ത് തരും കേട്ടോ, ഈ ലിങ്കിലേക്ക്. അങ്ങനെ നേരെ ഞങ്ങൾ അമ്പലപ്പറമ്പിലെത്തി. അപ്പോഴേക്കും പൂരം ഞങ്ങൾ 12:30 തന്നെ എഴുന്നള്ളിപ്പ് തുടങ്ങി. 12:30 തന്നെ പൂരം തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയതാണെന്നുണ്ടെങ്കിൽ 4:30-5 മണിയായിട്ടാണ് പോയത്, കാരണം ഗാനമേള കാണാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പൂരം കഴിഞ്ഞിട്ട് പൂരപ്പറമ്പ് നടന്ന് തെണ്ടാനായിട്ട് ഇറങ്ങി.
ആനപ്പിണ്ടൊക്കെ തപ്പി. പിന്നെ അങ്ങനെ ഇതാ കുറച്ച് കളിപ്പാട്ടങ്ങളും ഫാൻസി ഐറ്റംസ് ഒക്കെ ബദന് മേടിച്ച് പിന്നെ ഇതാ നല്ല വെടിക്കെട്ടൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം ആസ്വദിച്ചൊക്കെ നിന്നു. ഇതിന് ശേഷമാണ് നമ്മുടെ ഗാനമേളയൊക്കെ തുടങ്ങണേട്ടാ. എന്തായാലും വെടിക്കെട്ടിന് നിന്നതല്ലേ, ആ ക്ഷീണം തീർക്കാൻ വേണ്ടി നേരെ നമ്മുടെ മുളക് ബജ്ജിയും സ്പ്രിംഗ് പൊട്ടറ്റോ ഒക്കെ കഴിക്കാനായിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ടോ. ചെക്കനാണെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് പൊട്ടറ്റോ മതി, ബദന അതന്നെ മതി. എനിക്ക് പിന്നെ മുളക് ബജ്ജി പിന്നെ മറ്റേ കോളിഫ്ലവർ മറ്റേ വറുത്ത സാധനമില്ലേ നമ്മുടെ ഗോപി, ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് ചീറ്റ് ഡേ ആയിരുന്നു. അതിന് ശേഷം നമ്മുടെ സ്റ്റാർ സിംഗറിൽ ശ്രീരാഗ് ഇല്ലേ, പിന്നെ നന്ദിയും അവരുടെ ആയിരുന്നു കേട്ടോ ഗാനമേള വളരെ അമ്പലത്തിൽ ഉണ്ടായിരുന്നത്. കുറച്ചേരൊക്കെ അടുത്ത് നിന്ന് പിന്നെ നമ്മുടെ എം ജി ശ്രീകുമാറിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അമൃത ടിവിയിലോ, അതിലത്തെ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഗാനമേളയൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ചു നേരം കറങ്ങി ബന്ധുക്കളെയൊക്കെ കണ്ട് അല്ലറ ചില്ലറ വർത്താനൊക്കെ പറഞ്ഞു മോന്റെ വാശി കാരണം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടിട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.